മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രഹസ്യ ചർച്ച നടത്തിയോ? ചർച്ചയിൽ മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ പുതിയ തന്ത്രങ്ങളുമായി എത്തുന്നതിന്റെ ഭാഗമായാണ് CPM നേതാക്കൾ ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയത്. മുസ്ലിം ലീഗിനെ LDF പാളയത്തിൽ എത്തിച്ച് ഭരണം നിലനിർത്താനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് തൊടുപുഴയിലെ മുസ്ലിം ലീഗിന്റെ വോട്ട് മറിക്കൽ എന്നാണ് സൂചന. എന്നാൽ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് പിണറായി നടത്താൻ ഉദ്ദേശിക്കുന്ന അശ്വമേധം ഭൂരിപക്ഷം പൊളിച്ച് പാളയസാക്കുമോ എന്ന് കണ്ടറിയാം. തൊടുപുഴ നഗരസഭയിൽ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത ഉണ്ടെന്നിരിക്കെ നടത്തിയ വോട്ട് മറിക്കൽ മുസ്ലിം ലീഗിന്റെ പുതിയ ചുവടുമാറ്റത്തിന്റെ സൂചനയാണ്. മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും CPM-ഉം തമ്മിൽ നടത്തിയ രഹസ്യ നീക്കത്തിൽ ചുവട് പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്. ലീഗിനെ ഒപ്പം നിർത്താനാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന ആക്ഷേപം CPM-ൽ തന്നെയുണ്ട്. എതിർപ്പിന്റെ ഭാഗമായാണ് 2 കൗൺസിലർമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കുകയും മറ്റൊരാൾ കോൺഗ്രസിന് വോട്ട് നൽകുകയും ചെയ്തത്. ഇനി ഇടുക്കി ജില്ലയിൽ UDF-നൊപ്പം ഇല്ല എന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തരം നീക്കം സംസ്ഥാന നേതൃത്വം അറിയാതെ നടപ്പിലാകില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. CPM ലീഗ് ഉന്നത നേതാക്കൾ നടത്തിയ ചർച്ചയുടെ പരിണിത ഫലമാണ് പുതിയ നീക്കം. ഇക്കാര്യം കോൺഗ്രസിന് അറിയാമെങ്കിലും അവർക്ക് അത് തുറന്നു പറയാനുള്ള ശക്തിയില്ല. കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയിൽ എത്തിയെങ്കിലും കാര്യമായ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഇക്കുറി അതിലൂടെ ലഭിക്കാനിടയില്ല എന്ന് അവർക്കറിയാം. CPM നടത്തുന്ന അമിത മുസ്ലിം പ്രീണനത്തിൽ ക്രൈസ്തവ സഭയ്ക്കും എതിർപ്പുണ്ട്. കേരള കോൺഗ്രസ് M മുന്നണിയിൽ എത്തിയാൽ ക്രൈസ്തവ വോട്ടിന്റെ കാര്യമായ പങ്ക് ഒപ്പമെത്തുമെന്നാണ് CPM നേതൃത്വം കരുതുന്നത്. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാവില്ല എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് വ്യക്തമായി. ക്രൈസ്തവ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് വോട്ട് വർദ്ധിച്ചതും ഇടതുമുന്നണിയെ ആശങ്കയിലാക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ കൂട്ടി ഒപ്പം കൂടി മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും LDF-ൽ എത്തിക്കാനുള്ള നീക്കമാണ് CPM ഇപ്പോൾ നടത്തുന്നത്. എന്നാൽ ഈ നീക്കം തിരിച്ചടിയാകുമെന്ന് CPM-ലെ ഒരു വിഭാഗം പറയുന്നു. ഇപ്പോഴത്തെ നീക്കം ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ CPM-ൽ നിന്ന് അകറ്റുമെന്നാണ് ഇവരുടെ വാദം. ഇടുക്കിയിലെ കോൺഗ്രസ് ലീഗ് തമ്മിലടിയിൽ മുസ്ലിം ലീഗ് നയം വ്യക്തമാക്കി. പ്രശ്നങ്ങൾ വഷളാക്കിയ DCC പ്രസിഡന്റിനൊപ്പം ഇനി വേദി പങ്കിടില്ല എന്നാണ് ലീഗിന്റെ നിലപാട്. അതേസമയം UDF-വുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. അനുകൂല സാഹചര്യം ഉണ്ടാക്കിയിട്ടും തൊടുപുഴ നഗരസഭ ഭരണം കൈവിട്ടതോടുകൂടിയാണ് കോൺഗ്രസ് ലീഗ് ഭിന്നത പരസ്യ പോരിലേക്ക് എത്തിയത്. നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ CPM-ന് വോട്ട് ചെയ്തതോടുകൂടി ലീഗിനകത്തും തർക്കം മുറുകുകയാണ്. ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ചേർന്ന ജില്ലാ നേതൃയോഗത്തിലാണ് താൽക്കാലിക വെടിനിർത്തലിന് കളം ഒരുങ്ങിയത്. UDF-വുമായി തുടർ നടപടി അല്ലെങ്കിൽ UDF-വുമായി സഹകരിക്കുമെന്ന് ആവർത്തിക്കുമ്പോഴും DCC പ്രസിഡന്റിനെ മാറ്റണമെന്നാണ് ലീഗിന്റെ ആവശ്യം. KPCC നേതൃത്വത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അനുകൂല മറുപടി കിട്ടിയെന്നാണ് വിവരം. പ്രശ്നം വഷളാക്കിയത് DCC പ്രസിഡന്റിന്റെ പരസ്യ പരാമർശങ്ങളെന്നും മാത്രം പറഞ്ഞ് തമ്മിലടിയുടെ ചൂട് കുറയ്ക്കുകയാണ് ലീഗ് ജില്ലാ ഘടകം. തൊടുപുഴയിലേത് പ്രാദേശിക പ്രശ്നമെന്ന പേരിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം വിശദീകരിച്ചുവെങ്കിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൂടി തർക്കം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. പ്രശ്ന പരിഹാരത്തിന് ഇടുക്കിയിൽ തന്നെ കളം ഒരുക്കണമെന്നും നിർദ്ദേശവും നേതൃത്വം മുന്നോട്ട് വെച്ചു.